നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പാതിവില തട്ടിപ്പിൽ CPM-കാരനായ പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പദ്ധതിയുടെ കോർഡിനേറ്ററും CPM-കാരനുമായ അമ്പൻ മോഹനന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സീഡ് സൊസൈറ്റിയുടെ പൊതുയോഗം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തത് KV സുമേഷ് MLA ആണെന്നും മാർട്ടിൻ ജോർജ് കൂട്ടിച്ചേർത്തു. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി തട്ടിപ്പിനിരയായവരെ 3 ദിവസമാണ് കേസെടുക്കാതെ മാറ്റി നിർത്തിയത്. ജില്ലയിലെ പോലീസിന്റെ ഒത്താശയോടെയാണ് ഇവയെല്ലാം നടക്കുന്നത്. സീഡ് സൊസൈറ്റിയുടെ പൊതുയോഗം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തത് KV സുമേഷ് MLA ആണ്. പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK പ്രമീളയും KC ജിഷയുമാണെന്നും DCCയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ഇവിടെ നടന്നിരിക്കുന്നത് വലിയൊരു തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് അതിനെ നേതൃത്വം കൊടുക്കുകയും അതിന് ആധികാരികമായ സ്വഭാവം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് CPM-വുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഉള്ള നേതൃത്വമാണ് എന്ന കാര്യം അടിവരയിടുന്ന അതായത് തെളിയിക്കുന്ന രേഖകൾ ഇവിടെ. നമുക്കറിയാം, ഇതിൻ്റെ എടക്കാട് കണ്ണൂര് മേഖലയിലെ ഉദ്ഘാടനം അത് നമ്മുടെ അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അവിടെ നടത്തിയത്. അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അത് ആഗസ്റ്റ് 24-ാം തീയതി നടന്ന അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അഴീക്കോടിൻ്റെ MLA ആണ്. അതിന് 2 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. പ്രൊമോട്ടർമാരിൽ പലരും CPM നേതാക്കന്മാരും സഹയാത്രികരുമാണ്. ലൈബ്രറി കൌൺസിൽ നേതാവ് PK ബൈജുവിനും തട്ടിപ്പിൽ പങ്കുണ്ട്. തട്ടിപ്പിൽ പങ്കാളികളായവർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഇരയായവർക്ക് നീതി ലഭിക്കാനുള്ള നിയമസഹായം കോൺഗ്രസ് നൽകും. ഇതിനായി നാളെ വൈകിട്ട് 3 മണിക്ക് ജവഹർ ലൈബ്രറി ഹാളിൽ നിയമസഹായ ക്യാമ്പ് നടത്തുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ TO മോഹനൻ, T ജയകൃഷ്ണൻ, മനോജ് കുമാർ കൂവേരി, രാഹുൽ കായക്കുൽ എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.